ആ തീപിടുത്തം ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് ആശങ്ക സൃഷ്ടിക്കുന്നത്. അതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം. ആ തീ അണയ്ക്കാനായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന തീപിടുത്തം ബാധിക്കാത്ത കണ്ടെയ്നറുകൾ അതിലേക്ക് കൂടി പടർന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഡോണിയർ വിമാനത്തിൽ നിന്നുള്ള ചിത്രങ്ങൾ നമ്മൾ കാണുന്നു. അവിടെ നിന്നും പുകയാണ് ഉയരുന്നത്. ആ തീപിടുത്തം അണയ്ക്കാനായിട്ടില്ല. കാരണം രക്ഷാപ്രവർത്തനത്തിലുള്ള കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ അങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ. കടലിലേക്ക് വീണ 18 പേരെ രക്ഷപ്പെടുത്തുക, അതാണ് പ്രാഥമികമായ ദൗത്യം. അതാണ് ആദ്യം ചെയ്യുക എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ഡിഫൻസ് PRൽ നിന്ന് മനസ്സിലാക്കാനായിട്ടുള്ളത്. തീ ഇപ്പോഴും അണയ്ക്കാനായിട്ടില്ല. അണയ്ക്കണമെങ്കിൽ അവിടേക്ക് രക്ഷാപ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞ് അവിടേക്ക് എത്തണം രക്ഷാസംഘം. അവിടേക്ക് എല്ലാവരും എത്തിച്ചേർന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. TV പ്രസാദിലേക്ക് കൂടി. പ്രസാദ്, ഇപ്പോഴും തീ പടരുന്നുണ്ട്. തീ അണയ്ക്കാനായിട്ടില്ല. രക്ഷാപ്രവർത്തനം എന്നുള്ളത് കടലിലേക്ക് ചാടിയവരെ കരക്കെത്തുക എന്നുള്ളതാണ് പ്രാഥമികമായി നോക്കുന്നത്. ഇപ്പോൾ നമുക്ക് പ്രസാദിന് അറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് പ്രസാദ്? ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും തയ്യാറാണ് എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. കണ്ണൂർ, കോഴിക്കോട് ജില്ലാ കളക്ടർമാർക്ക് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം ഇതിനകം തന്നെ കൊടുത്തു കഴിഞ്ഞു. പരിക്കേറ്റവരെ എത്രയും പെട്ടെന്ന് തീരത്തെത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കടലിൽ ചാടിയവർക്ക് പരിക്കുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ സ്ഥിരീകരണം ഇതുവരെയും വന്നിട്ടില്ല. മാത്രമല്ല, ഇതിലുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് നേരത്തെ സ്മൃതി ചോദിച്ചതുപോലെ കണ്ടെയ്നറിൽ എന്താണ് എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. ഇനിയിപ്പോൾ തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വിവരം ഔദ്യോഗികമായി തന്നെ പുറത്തേക്ക് വരുന്നു. അങ്ങനെയെങ്കിൽ ഈ കണ്ടെയ്നറിലുള്ളത് തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളാണെങ്കിൽ ഉറപ്പായും പൂർണ്ണമായും കത്തിപ്പടരാൻ തന്നെയാണ് സാധ്യത. അതിലിപ്പോൾ കടലിൽ ചാടിയത് ഒഴികെയുള്ള ബാക്കിയുള്ളവരുടെ ആരോഗ്യസ്ഥിതി, അവരെങ്ങനെയാണ് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇനിയിപ്പോൾ പുറത്തു വരാനുണ്ട്. എന്തായാലും തീരത്ത് പരമാവധി കാര്യങ്ങൾ എത്രയും വേഗം ചെയ്യാനുള്ള നിർദ്ദേശം ഇതിനകം തന്നെ മുഖ്യമന്ത്രി 2 ജില്ലാ കളക്ടർമാർക്കും കൊടുത്തു കഴിഞ്ഞു. ദുരന്ത നിവാരണ അതോറിറ്റി കാര്യക്ഷമമായി ഇടപെടുന്നുണ്ട്. ഒപ്പം കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും സേവനം അവിടെ കടലിൽ ലഭ്യമാക്കി തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 20 വർഷം പഴക്കമുള്ള കപ്പലാണ്. നേരത്തെ കടലിൽ മുങ്ങിയ കപ്പലിനും ഇതുപോലെ 20 വർഷത്തിലേറെ പഴക്കമുള്ള കപ്പലായിരുന്നു എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്. എന്തായാലും തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും എങ്ങനെ ആളുകളെ പൂർണ്ണമായും സുരക്ഷിതരാക്കാം എന്നുള്ളതാണ് പ്രധാനമായും സംസ്ഥാന സർക്കാരും ദുരന്ത നിവാരണ അതോറിറ്റിയും എല്ലാ സംവിധാനങ്ങളും നോക്കുന്നത്. അതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തയ്യാറുമാണ്. പക്ഷേ ദുരന്ത നിവാരണ അതോറിറ്റി ഒഫീഷ്യലായിട്ടുള്ള വിവരങ്ങൾ ഇതുവരെയും കൈമാറാൻ തയ്യാറായിട്ടില്ല. മുകളിൽ നിന്നുള്ള ഏരിയൽ ദൃശ്യങ്ങൾ ഇതിനകം തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. വലിയ തീയാണ് ആ ദൃശ്യങ്ങളിൽ ഫോട്ടോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. തീ നിയന്ത്രണമാക്കാൻ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വിവരം നിലവിൽ പുറത്തു വരുന്നു. ഇനിയിപ്പോൾ ഉള്ളത് അതിലുള്ള ജീവനക്കാരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചാണ് സ്മൃതി. 18ഓളം ആളുകൾ കടലിലേക്ക് ചാടി എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. അവരുടെ ആരോഗ്യസ്ഥിതി, അവരെ തീരത്തെത്തിക്കേണ്ടതുണ്ട്, എത്രയും പെട്ടെന്ന് അവർക്ക് ചികിത്സ നൽകേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ. അതിൽ ഇവരെ എത്രയും പെട്ടെന്ന് തീരത്തെത്തിക്കാനും തീരത്തെത്തിച്ചു കഴിഞ്ഞാൽ കാര്യമായ ചികിത്സ നൽകാനുമുള്ള എല്ലാ സംവിധാനങ്ങളും. എത്ര പേർക്ക് പൊള്ളലേറ്റു എന്നറിയില്ലല്ലോ പ്രസാദ്. ഇപ്പോൾ കടലിലേക്ക് ചാടിയത് തീപിടുത്തമുണ്ടായ ഉടനെ ആശങ്കപ്പെട്ട് കടലിലേക്ക് ചാടിയവരുണ്ടാവും, അതിൽ പൊള്ളലേൽക്കാത്തവരുണ്ടാവും. എത്ര പേർക്ക് പൊള്ളലേറ്റു എന്നതിൽ വ്യക്തതയില്ല. ആകെ 10-23 ജീവനക്കാർ ഉണ്ടായിരുന്നു. അതിൽ 18 പേരും കടലിലേക്ക് ചാടി എന്നുള്ളതല്ലേ അറിയുന്നത് പ്രസാദ്? അതെ, ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് ഇപ്പോൾ വന്ന ഒരു അറിയിപ്പുണ്ട്. ആ അറിയിപ്പിലാണ് നമുക്ക് ഈ വിവരങ്ങൾ കൃത്യമായി ഉള്ളത്. അതൊന്ന് പെട്ടെന്ന് വായിച്ചു പോകാൻ തോന്നുന്നു സ്മൃതി. അതായത് വാൻഹായ് 503 എന്ന കപ്പൽ കോഴിക്കോട് തീരത്തു നിന്ന് 144 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് ഉൾക്കടലിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. 20 കണ്ടെയ്നർ കടലിൽ വീണു എന്ന് സ്ഥിരീകരിക്കുകയാണ്. അതിൽ പല പൊട്ടിത്തെറികളും തീപിടുത്തവും ഉണ്ടായിട്ടുണ്ട്. പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം സ്ഥിരീകരിക്കുന്നു. അതിനർത്ഥം കണ്ടെയ്നറിൽ ഒരുപക്ഷെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള പദാർത്ഥങ്ങൾ ഉണ്ടോ എന്നുള്ളത് കുറച്ചുകൂടി അടുത്തുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രസാദ്. ഇപ്പോൾ ആ പുക ചുരുൾ ഈ മധ്യഭാഗത്താണ്. ആ പുകച്ചുരുളിന് അടുത്ത് നിന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ ഇപ്പോൾ തീ പടരുന്നതല്ല, പുകയാണ് കാണുന്നത്. തീ അണയ്ക്കാനായിട്ടില്ല എന്നുള്ളത് ആശങ്കയാണ്. കൂടുതൽ കണ്ടെയ്നറുകളിലേക്ക് അത് പടർന്നിട്ടുണ്ടോ എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. 7-ാം തീയതി കൊളംബോയിൽ നിന്ന് പുറപ്പെട്ട കപ്പലാണ്. അത് നാളെ വൈകിട്ട് 4:30 മുംബൈയിലെത്തേണ്ട കപ്പലാണ്. ഇടയ്ക്കിടെ മുംബൈയിലേക്ക് ചരക്കുമായി വന്നിരുന്ന കപ്പലാണോ എന്നതും അറിയേണ്ടതുണ്ട്. ജീവനക്കാരിൽ ഇന്ത്യക്കാരുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. പൊള്ളലേറ്റവരുടെ നില എന്താണ് എന്നറിയേണ്ടതുണ്ട്. എത്ര പേർക്ക് സാരമായ പരിക്കേറ്റു എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്.
എന്താണ് ആത്യന്തികമായി ഈ കണ്ടെയ്നറിൽ ഉള്ളത് എന്നറിയേണ്ടതുണ്ട്. കടലിലേക്ക് 20 കണ്ടെയ്നറുകളെങ്കിലും വീണിട്ടുണ്ട് എന്നുള്ള വിവരമാണ് അറിയുന്നത്. 600-ലധികം കണ്ടെയ്നറുകളുണ്ട് എന്നാണ് ഇപ്പോൾ അറിയുന്ന കണക്ക്. ഈ കടലിലേക്ക് വീണ കണ്ടെയ്നറുകൾ അത് ഏതു തരത്തിൽ ദോഷം ചെയ്യും എന്നുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നു. പക്ഷേ രക്ഷാപ്രവർത്തനത്തിനായി പുറപ്പെട്ട സംവിധാനങ്ങൾ അത് പ്രവർത്തിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ്